സൽക്കർമ്മങ്ങൾ കൊണ്ട് മാത്രം പരിശുദ്ധ റമദാനിന്റെ പകലും രാത്രിയും ധന്യമാക്കുകയും ആ റമദാനിൽ പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്ത് നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കിക്കുകയും അവന്റെ റഹ്മത്ത് സ്വീകരിക്കാൻ റമദാൻ വരുന്നതിന് മുമ്പ് തന്നെ ഒരു മഹത്തായ അതിഥി വരികയാണല്ലോ. ഖുർആനും കൊണ്ടുവന്ന അതിഥിയാണല്ലോ. അഥവാ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണല്ലോ. ആ ഖുർആൻ കൊണ്ടുവന്ന ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ട മാസമെന്ന് ആ മഹത്തായ മാസത്തെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ആ ഖുർആൻ ഇറങ്ങിയ മാസം വരുന്നതിന് മുമ്പ് തന്നെ ആ മഹത്തായ മാസം റബ്ബിന്റെ അടുക്കൽ റെക്കമെൻഡ് ചെയ്യുമെന്ന് ഹബീബ് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ റബ്ബിന്റെ അടുക്കൽ എനിക്ക് റെക്കമെൻഡ് ചെയ്യുന്ന മാസം അത് വരുന്നതിന് മുമ്പ് തന്നെ ഞാനൊന്ന് കുളിക്കണമല്ലോ, നല്ല ഡ്രസ്സ് ധരിക്കണമല്ലോ, ഒരുങ്ങി നിൽക്കണമല്ലോ. ആ കുളിക്കുളത്തിലെ വെള്ളം കൊണ്ടുള്ള കുളിയല്ല, ഷവറിൽ നിന്ന് വെള്ളമെടുത്തുള്ള കുളിയല്ല, പിന്നെ ഏത് കുളിയാണ്? ആ കുളിയെന്ന് ഞാൻ പറഞ്ഞത് ആത്മാവിനെ കഴുകി വൃത്തിയാക്കുന്ന കുളിയാണ്. അതിന്റെ ഏറ്റവും ഒന്നാമത്തെ പടി ഉത്ലുബ് മതാബൻ ബിന്നദാമതി മുഖ്ലിഅ വബിഅസ്മി തർകി ദംബി ഫീമാ ഇസ്തഖ്ബലാ വബറാഅതിൻ മിൻ കുല്ലി ഹഖ്ഖിൽ അദമി ഫലിഹാദിഹിൽ അർകാനി ഫർഅ വകമ്മിലാ. ജീവിതത്തിൽ സൽക്കർമ്മം കുറഞ്ഞുപോയി. റവാത്തിബ് സുന്നത്തുകൾ 22 നിസ്കരിച്ചിട്ടില്ല. ചിലപ്പോൾ 10 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടാകാം. വിത്ർ നിസ്കാരം 11 റക്അത്ത് നിസ്കരിച്ചിട്ടില്ല. ചിലപ്പോൾ 3 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടാകാം. ദുആ നിസ്കാരം 8 റക്അത്ത് നിസ്കരിച്ചിട്ടില്ല. ചിലപ്പോൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടാകാം. ളുഹറിന് മുമ്പ് 4-ഉം ളുഹറിന് ശേഷം 4-ഉമുണ്ട് സുന്നത്ത്. പക്ഷേ ഈ 2 വീതം മാത്രം നിസ്കരിച്ചിട്ടുണ്ടാകാം. അസറിന് മുമ്പ് 4 സുന്നത്ത്, മഗ്രിബിന് മുമ്പ് 2 സുന്നത്ത്, മഗ്രിബിന് ശേഷം 2 സുന്നത്ത്, ഇശായിന് മുമ്പ് 2, ഇശായിന് ശേഷം 2, സുബഹിക്ക് മുമ്പ് 2. അതൊന്നും കൃത്യമായി നിർവഹിച്ചിട്ടില്ല. സൽക്കർമ്മം കുറഞ്ഞുപോയി. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒക്കെ പ്രത്യേകം നോമ്പ് സുന്നത്തുണ്ട്. അയ്യാമുൽ ബീദ് 13, 14, 15 പ്രത്യേകം നോമ്പ് സുന്നത്തുണ്ട്. അതുപോലെ 27, 28, 29 നോമ്പ് പ്രത്യേകം സുന്നത്തുണ്ട്. അത്തരം സുന്നത്തുകൾ പലതും എടുത്തിട്ടില്ല. സൽക്കർമ്മം കുറഞ്ഞുപോയി. ഖുർആൻ ധാരാളം ഓതേണ്ടതായിരുന്നു. പക്ഷേ 1 ജുസ് അല്ലാതെ ഓതിയിട്ടില്ല. ദിവസേന 1 ജുസ് അല്ലെങ്കിൽ 2 പേജ് അങ്ങനെയല്ലാതെ ഓതിയിട്ടില്ല. എത്രയോ സലാത്ത് ചൊല്ലിയാൽ അത് ഹബീബ് നബി തങ്ങളുമായി വലിയ അടുപ്പം കിട്ടുന്ന സംഗതിയായിരുന്നു. പക്ഷേ 100 സലാത്തെങ്കിലും ദിനേന ചൊല്ലണമെന്ന് കരുതിയിട്ടും അത് പലപ്പോഴും ഒഴിഞ്ഞുപോയി. ആകയാൽ ഡ്യൂട്ടി ടൈം തന്ന റബ്ബിന്റെ മുമ്പിൽ വേണ്ടതുപോലെ ഡ്യൂട്ടി നന്നായി എടുത്തിട്ടില്ല. ഇനി ചെയ്ത ഫർളാണെങ്കിലോ ആ ഫർദിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അല്ലാഹു വലിയവനാണ് എന്ന അർത്ഥം മനസ്സിൽ വന്നിട്ടില്ല. വജ്ജഹത്തു വജ്ഹി എന്ന് പറയുമ്പോൾ അല്ലാഹുവിനോട് സംഭാഷണമാണെന്ന ചിന്ത വന്നിട്ടില്ല. ആ നിസ്കാരത്തിലും കച്ചവടത്തിന്റെ ചിന്തയും, അതേ കടം വാങ്ങേണ്ട ചിന്തയും കൊടുക്കേണ്ട ചിന്തയും, ചിലർക്ക് രാഷ്ട്രീയത്തിന്റെ ചിന്തയും വോട്ടിന്റെ ചിന്തയും, വേറെ ചിലർക്ക് ഈബത്തിന്റെ മീമത്തും ഫിത്നയും ഫസാദും അനാവശ്യ ചിന്തകളിലൂടെയുള്ള നിസ്കാരമായി പോയി. അമലുകളിൽ പലതിനും ന്യൂനതകൾ സംഭവിച്ചുപോയി. ഇതെല്ലാം സംഭവിച്ച ഞാൻ ഈ റബ്ബ് പറഞ്ഞേക്കുന്ന മഹത്തായ അതിഥിയെ റമളാനിലെ ഞാൻ എങ്ങനെ പോയി സ്വീകരിക്കും?
ഈ ചിന്തയോടുകൂടെ ശഅബാനിൽ തന്നെ മിനൽ മഹാരിമി വൽ സംഹിമ്യതന്നദമീ. റബ്ബ് സുബ്ഹാനഹു വ തആല മുസ്ഹഫ് നോക്കി ഓതാൻ വേണ്ടി തന്ന കണ്ണ്, ബാപ്പ ഉമ്മയുടെ മുഖത്ത് നോക്കി കാരുണ്യത്തിന്റെ നോട്ടം നോക്കിയിട്ട് പ്രതിഫലം വാങ്ങാൻ തന്ന കണ്ണ്, ഭർത്താവിന്റെ മുഖത്ത് ആദരവോടെ നോക്കാൻ വേണ്ടി തന്ന കണ്ണ്, മുസ്ഹഫ് മറിച്ച് നോക്കാൻ വേണ്ടി തന്ന കണ്ണ്, ആലിമീകളെ മുഖത്ത് നോക്കാൻ വേണ്ടി തന്ന കണ്ണ്, കഅബയിലേക്ക് നോക്കാൻ വേണ്ടി തന്ന കണ്ണ്, പഠിക്കുന്ന കിതാബുകളും പുസ്തകങ്ങളും നോക്കാൻ വേണ്ടി തന്ന കണ്ണ്, റോട്ടിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ അപകടമില്ലാതെ വണ്ടി ഓടിക്കാൻ വേണ്ടി തന്ന കണ്ണ്, ആവശ്യമുള്ളത് നോക്കാൻ വേണ്ടി തന്ന കണ്ണുകൊണ്ട് ഹറാം നോക്കിപ്പോയി, ഹറാം സ്പർശിച്ചു പോയി, ഹറാം ചിന്തിച്ചു പോയി, രഹസ്യത്തിലും പരസ്യത്തിലും പല തെറ്റുകളും വന്നുപോയി. അത് മുഴുവനും കഴിയുന്ന വൃത്തിയാക്കണം. വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാ. ഓ ഉമ്മമാരെ, സുഹൃത്തുക്കളെ, പാതിരാ സമയത്ത് ഇന്ന് വെള്ളിയാഴ്ചയാണ്, നല്ല രാത്രിയാണ്. എഴുന്നേറ്റ് സുബഹിന്റെ കുറച്ച് മുമ്പ് എഴുന്നേറ്റിരുന്ന് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് നമ്മുടെ ആത്മാവിനെ ഒന്ന് വൃത്തിയാക്കുക. അതാണ് ഞാൻ കുളിച്ച് വൃത്തിയാവുക എന്ന് പറഞ്ഞത്. എന്നിട്ട് സൽക്കർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ ആത്മാവിനെ അണിയുക. എന്നിട്ട് ആ മഹത്തായ അതിഥിയെ സ്വീകരിക്കാൻ ഒരുങ്ങുക. ഇതാണ് ശഅബാനിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ജില്ലയിലെ തൂവക്കുന്നിൽ വെച്ച് സിറാജുൽ ഹുദയുടെ ഒരു സ്ഥാപനമുണ്ട്. അവിടെ വെച്ച് അതിന്റെ മുറ്റത്ത് വെച്ച് ഇതുപോലെ ഈ ബിൽഡിങ്ങിന്റെ മുറ്റം പോലെയുള്ള മുറ്റം, അവിടെ വെച്ച് റമദാൻ മുന്നൊരുക്കം എന്ന വിഷയം സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, റമദാൻ വരെ നമുക്ക് ഗ്യാരണ്ടി ഇല്ല. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, ഇദാ ഖുൽത ലിസലാതിക ഫസല്ലി സലാത മുവദ്ദിഅ. നിസ്കരിക്കാൻ നിൽക്കുമ്പോ അടുത്ത നിസ്കാരത്തിന് ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന ബോധത്തോടെ നിസ്കരിക്കണം എന്നാണ്. അതുകൊണ്ട് റമദാൻ വരെ ഞാൻ ഉണ്ടാകുമെന്നതിന് ഗ്യാരണ്ടിയില്ല. റമദാനായിട്ട് തോബ ചെയ്യാമെന്ന് വിചാരിക്കരുത്, റമദാനായിട്ട് നന്നാകാമെന്ന് വിചാരിക്കരുത്, ഇപ്പൊ നന്നാകണം എന്ന് ചിന്തിക്കണം എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് ശേഷം എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ മർഹൂം CP അബൂബക്കർ ഹാജി, അദ്ദേഹം സിറാജുൽ ഹുദക്ക് 1,00,000 ഉറുപ്പിക തരാമെന്ന് വാഗ്ദത്തം ചെയ്ത ആളായിരുന്നു. അദ്ദേഹവുമായി സംസാരിച്ച് പിരിഞ്ഞു. എന്റെ വീട്ടിലെത്തി കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഫോൺ വരുന്നു, അബൂബക്കർ ഹാജി മരിച്ചുപോയി. ഞാനിത് പറഞ്ഞത് അങ്ങനെ എത്ര അനുഭവങ്ങൾ സുഹൃത്തുക്കളെ. അതുകൊണ്ട് റമദാൻ വരുന്നത് വരെ കാത്തു നിൽക്കാതെ ഇന്ന് തന്നെ വിളിച്ചാൽ പോകണം എന്ന ചിന്തയിൽ നമ്മൾ നമ്മുടെ ആത്മാവിനെ കഴുകി വൃത്തിയാക്കണം, നല്ലത് ചെയ്യുമെന്ന് തീരുമാനിക്കണം. വറഗ്ബത്തും ഫിൽ ഖൈരി ഖൈറുൻ വഅമൽ ബിരിൻ യസീനു ഫൽയുഖൽ മാല ഫൽയുഖസ്മാലം യുഖൽ. നല്ലത് ചെയ്യണം എന്ന ആഗ്രഹമുണ്ടാകണം, തെറ്റ് ചെയ്യുകയില്ല എന്ന പ്രതിജ്ഞയെടുക്കണം, അല്ലാഹുവിലേക്ക് മടങ്ങണം. അതാണ് ഈ ശഅബാനിൽ നമ്മൾ ചെയ്യേണ്ടതൊന്നും. റമദാൻ തുടങ്ങുന്ന അന്ന് തന്നെ ഞാൻ ഖുർആൻ ഓതി തുടങ്ങും എന്നല്ല വിചാരിക്കേണ്ടത്. ഇന്ന് തന്നെ ഞാൻ ഖുർആൻ ഓതി തുടങ്ങുമെന്ന് വിചാരിക്കണം. ഇന്ന് തന്നെ ഉറങ്ങാൻ പോയി കിടക്കുമ്പോ ഒതുവോടുകൂടെ കിടക്കണം. ഇന്ന് തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോ 33 സുബ്ഹാനല്ലാഹ് ചൊല്ലണം, 33 അൽഹംദുലില്ലാഹ് ചൊല്ലണം, 34 അല്ലാഹു അക്ബർ ചൊല്ലണം. ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹയോടുള്ള അതിരറ്റ സ്നേഹത്താൽ, മോളെ നീ കഠിനാധ്വാനം ചെയ്ത് നിന്റെ നെഞ്ഞിലും മറ്റും തഴമ്പ് വന്നിട്ടുണ്ടല്ലേ,
അതിനാൽ ഒരു സർവന്റിനെ വേണമെന്ന നിലക്കല്ലേ എന്നെ സമീപിച്ചത്. അതിനേക്കാൾ ഹൈറ് പറഞ്ഞു തരട്ടെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു കൊടുത്തതാണ് ഈ 100 ദിക്ർ. ഉറങ്ങാൻ കിടക്കുമ്പോൾ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ. ഇത് മുഴുവനും ചൊല്ലാൻ 2 മിനിറ്റ് മതിയല്ലോ. 100 ദിക്റിന് 1 10 ഇരട്ടി പ്രതിഫലം വരുമ്പോൾ 1000 പ്രതിഫലമാണല്ലോ. നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ആക്കുന്ന സമയം, ഉറക്കിന്റെ സമയം 1000 പ്രതിഫലം അക്കൗണ്ടിലേക്ക് അതാ കയറ്റി വെച്ചിട്ട് ഉറങ്ങാൻ നോക്കൂ. അത് പിന്നെ അത് പതിവാക്കി റമളാനിലും ശേഷം മരണം വരെ അത് പതിവാക്കാൻ നോക്കൂ. ദിനേന ഓതൽ സുന്നത്തുണ്ടല്ലോ യാസീൻ, ദിനേന ഓതൽ സുന്നത്തുണ്ടല്ലോ തബാറക, ദിനേന ഓതൽ സുന്നത്തുണ്ടല്ലോ അലിഫ് ലാം മീം സജദ. അങ്ങനെ തുടങ്ങി ഫത്ഹുൽ മുഈനിൽ കുറെ സൂറത്തുകൾ പറഞ്ഞിട്ടുണ്ട്. അത്തരം സൂറത്തുകൾ ഓതാൻ സമയം കണ്ടെത്തൂ. ചുരുക്കിയാൽ ഒരു 100 സലാത്തെങ്കിലും നമ്മൾ ഏറ്റവും പ്രിയം വെക്കുന്ന നമ്മളെ നേതാവ്, നമ്മൾ എവിടെ പതറുന്നുണ്ടോ അവിടെ കൈപിടിക്കാനുള്ള നേതാവ്, അതേ ഏത് രംഗത്തും യാ അക്രമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി ശിവാക ഇൻദ ഹുലൂലിൽ ഹദീസിൽ അമീമി. പടച്ച റബ്ബിന്റെ അടുക്കൽ അവന്റെ കോടതിയിലെത്തുമ്പോഴും രക്ഷപ്പെടുത്താനുള്ള നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു 100 സലാത്തെങ്കിലും ചൊല്ലിയിട്ടല്ലാതെ ഞാൻ ഉറങ്ങുകയില്ല എന്ന് പ്രതിജ്ഞയെടുത്ത് ചെയ്യാൻ നോക്കൂ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. റബ്ബേ, ഈ സാധുവായ ഞാൻ നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുക എന്ന നിലക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെയുള്ള മോമിനീകൾ മോമിനാത്തുകളോട് പറഞ്ഞു. ഈ പറഞ്ഞ എനിക്കതൊക്കെ ഒന്ന് ചെയ്യാനുള്ള ഭാഗ്യം തരണം റഹ്മാനേ. ജീവിതത്തിൽ വന്ന അപാകതകൾ മാപ്പ് തന്ന് ഇറക്കിത്തരണം അല്ലാ. ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി കബൂൽ ചെയ്യണം അല്ലാ.